ഹായ് ഫ്രണ്ട്സ്, ടെറ്റു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ LED ടെസ്റ്ററിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ LED ടെസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് LED TV-യുടെ ബാക്ക് ലൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് LED ലൈറ്റുകൾ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് LED TV ബാക്ക് ലൈറ്റ് ടെസ്റ്റർ എന്നാണ്. അപ്പോൾ നമുക്കിത് പല ഉപയോഗത്തിന് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കൂടുതലും LED ബൾബുകളാണല്ലോ. അപ്പോൾ അതിൻ്റെ ബൾബുകൾ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവറാണോ കംപ്ലൈൻറ്റ് അതോ LED ആണോ കംപ്ലൈൻ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ LED കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സൂപ്പർ LED ടെസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഉണ്ട്, 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ്. മുകളിൽ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രോബ് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരെ AC-യിലേക്ക് കണക്ട് ചെയ്യണം. AC-യിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ 300 വോൾട്ട് നമുക്ക് കാണിക്കും. ഇവിടാണ് നമുക്ക് പ്രോബ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുകളുണ്ട്. അവിടേക്ക് നമുക്ക് പ്രോബ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ പ്രോബ് വരുന്നുണ്ട്. പ്രോബിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് ക്യാപ്പുകളുണ്ട്. ക്യാപ്പുകൾ റിമൂവ് ചെയ്യാം. അപ്പം ഈ ക്യാപ്പുകൾ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് LED ടെസ്റ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രോബിൽ നമുക്ക് 300 വോൾട്ട് DC ആണ് വരുന്നത്. DC വോൾട്ടേജ് ആണ് വരുന്നത്. നമുക്ക് ഓൺ ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ 300 വോൾട്ടേജ് കാണിക്കും. പിന്നെ ഇത് പാക്കിങ് നല്ല രീതിയിലുള്ള കവറിലാണ് പാക്ക് ചെയ്താണ് വരുന്നത്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈനയുടെ പ്രോഡക്റ്റാണ്. പക്ഷേ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇങ്ങനൊരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് LED ബൾബുകളുടെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ LED പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ LED TV-കളുടെ ബാക്ക് ലൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങളുണ്ട്. പ്രോബ് ഞാൻ കണക്ട് ചെയ്യാണ്. നെഗറ്റീവ് പ്രോബ് ബ്ലാക്കാണ്, അതവിടെ കണക്ട് ചെയ്തു. പോസിറ്റീവ് പ്രോബ് റെഡാണ്, അത് അവിടെ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് AC-യിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ AC വോൾട്ടേജ് 85 to 265 85 മുതൽ 265 വോൾട്ട് വരെ നമുക്കിതിനകത്ത് AC നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ ഡിസ്പ്ലേയിൽ 300 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജാണത്. 300 വോൾട്ടേജ് DC ആണ്. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റർ യൂസ് ചെയ്ത് നമുക്കൊരു LED നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് LED-യിലാണോ കണക്ട് ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ LED-യിലേക്ക് വോൾട്ടേജ് ചെല്ലുകയും സ്ലോ ആയിട്ടാണ് വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വോൾട്ടേജ് ഇതിനകത്ത് അഡ്ജസ്റ്റ് ആകും. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന LED പെട്ടെന്ന് ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ലോ ആയിട്ടാണ് ആ LED-ക്ക് വേണ്ടി വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ഞാനിത് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. സ്ലോ ആയിട്ടാണ് LED ഓണായി വരുന്നത്. ഇപ്പോൾ ഈ LED എടുക്കുന്ന വോൾട്ടേജാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. 62.5 വോൾട്ടേജാണ് ഈ LED സ്ട്രിപ്പ് ഇപ്പോഴെടുക്കുന്ന വോൾട്ടേജ്, DC വോൾട്ടേജ്. ഇപ്പോൾ ഉണ്ട് 300 വോൾട്ടേജ്. ഞാനത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ 300 വോൾട്ടേജ് കാണിക്കുന്നു. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ LED കൺസ്യൂം ചെയ്യുന്ന വോൾട്ടേജ് 62.5 വോൾട്ടേജാണ് എടുക്കുന്നത്. അപ്പം വോൾട്ടേജും കറണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ LED കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആകും. ഓട്ടോമാറ്റിക്കായിട്ടാണ് അഡ്ജസ്റ്റ് ആകുന്നത്. അപ്പം സ്ലോ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ലോ ആയിട്ടാണ് വോൾട്ടേജ് ചെന്ന് കറണ്ടും അതുപോലെ അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു LED എടുക്കാം. ഇതൊരു 50 വാട്ട്സ് LED ബൾബിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് LED-കൾ പോയിട്ടുണ്ട്. അത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. നമുക്ക് എന്നാലും ബാക്കി LED-കൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കണക്ട് ചെയ്തു. കണ്ടോ, LED വർക്കാകുന്നുണ്ട്, നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ LED ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള LED ലൈറ്റുകൾ, LED സ്ട്രിപ്പുകളൊക്കെ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് കൂടുതലും നമ്മുടെ വീടുകളിലെല്ലാം യൂസ് ചെയ്യുന്നത് LED ലൈറ്റുകളാണല്ലോ. അങ്ങനെ ലൈറ്റുകൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ LED പോയതാണോ അതിൻ്റെ ഡ്രൈവർ പോയതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരു LED ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടും 300 വോൾട്ടേജ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ കറണ്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കറണ്ടാണ്. 28 മില്ലി ആംപിയറാണ്. അപ്പോൾ 28 മില്ലി ആംപിയർ മാത്രമാണ് ഇതിൻ്റെ കറണ്ട് ഇതിൻ്റെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നുള്ളൂ. ഇനി ഞാൻ വേറൊരു പരിപാടി കാണിച്ചു തരാം. ഞാൻ ഈ LED സ്ട്രിപ്പിൽ ഓരോ LED-കളും ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യുകയാണ്. നമുക്ക് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം. കണ്ടോ, ബ്ലൂ LED എടുക്കുന്ന വോൾട്ടേജ് കാണിക്കുന്നു,
അതുപോലെ ഗ്രീൻ LED എടുക്കുന്ന വോൾട്ടേജ്, അതുപോലെ തന്നെ LED പോയതാണെന്ന് തോന്നുന്നു. അടുത്ത LED ചെക്ക് ചെയ്യാം. റെഡ് LED എടുക്കുന്ന വോൾട്ടേജ്, അതുപോലെ തന്നെ ഉണ്ടോ റെഡ് LED എടുക്കുന്ന വോൾട്ടേജുകൾ, ഒരു വൈറ്റ് LED ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ LED നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ SMD LEDകൾ ഈ LED LED ടെസ്റ്റർ യൂസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ LED കണ്ടോ ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ്, പ്രോപ്പറായിട്ട് പോസിറ്റീവും നെഗറ്റീവും പ്രോപ്പറായിട്ട് വെച്ച് ടെസ്റ്റ് ചെയ്തു. ഇനി തിരിച്ച് ഞാൻ കണക്ട് ചെയ്യുകയാണ്. അപ്പം നെഗറ്റീവും പോസിറ്റീവും തിരിച്ച് റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രോബുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ LED വർക്കാകത്തില്ല, LED ഡാമേജ് ആയി പോകും. SMD LEDകളിൽ അതിൻ്റെ പൊളാരിറ്റി കറക്റ്റായിട്ട് നോക്കാതെ നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ റോങ് ആയിട്ടാണ് നമ്മൾ ഈ LED ടെസ്റ്റർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ LED ഡാമേജ് ആയി പോകുന്നതാണ്. ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. SMD LEDകൾ പാരലായിട്ട്, ഇപ്പോൾ ഒരുപാട് LEDകൾ പാരലായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് LED സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പൊളാരിറ്റി റിവേഴ്സ് തിരിച്ച് കണക്ട് ചെയ്തിട്ട് പിന്നെ കറക്റ്റായിട്ട് കണക്ട് ചെയ്താലും പോകത്തില്ല. ഇൻഡിവിജ്വലായിട്ട് ഒരു സിംഗിൾ LEDക്ക് നമ്മൾ തെറ്റായ രീതിയിൽ പൊളാരിറ്റി തെറ്റായിട്ട് രീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് തെറ്റായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ LED പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ സിംഗിളായിട്ടുള്ള SMD LEDകൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ LED ടെസ്റ്റർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ LED ഡാമേജ് ആകുന്നതാണ്. പിന്നെ ഇത് ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേയിൽ നമുക്ക് ഔട്ട്പുട്ടാണ്, നമുക്ക് പ്രോബിൽ വരുന്ന വോൾട്ടേജാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തതിന് ശേഷം ഈ പ്രോബിൽ നമുക്ക് 300 വോൾട്ടേജ് DC വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പ്രോബുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുകയാണ്. ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 പ്രോബുകളും ഷോർട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഡിസ്പ്ലേയിൽ 0 ആയി. എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയ്യുമ്പോൾ 0 വോൾട്ടേജിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ അവിടെ സ്പാർക്കിംഗ് ഒന്നും വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആംബിയർ എന്ന് പറഞ്ഞാൽ 28 മില്ലി ആംബിയർ മാത്രമാണ് ഇതിൻ്റെ നമുക്ക് കിട്ടുന്നത്. 28 മില്ലി ആംബിയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഷോർട്ട് ചെയ്യുമ്പോൾ സ്പാർക്കിംഗ് വരാത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 പ്രോബിലും നമ്മൾ ഒരേ സമയത്ത് ടച്ച് ചെയ്താൽ ചെറുതായിട്ട് ഷോക്ക് അടിക്കാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്, ചെറിയ രീതിയിൽ. കാരണം ആംബിയർ കുറവാണ്. വോൾട്ടേജ് DC വോൾട്ടേജ് 300 ഉണ്ടെങ്കിലും ആംബിയർ 28 ഉള്ളൂ. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ 2 പ്രോബിലും ഒരേ സമയം നമ്മൾ പിടിക്കരുത്. ഒരു പ്രോബിൽ നമ്മുടെ കൈ അറിയാതെ ടച്ച് ചെയ്താലും ഒന്നും പറ്റത്തില്ല. 2 എൻഡിലും പ്രോബിൻ്റെ 2 അതിൻ്റെ ടിപ്പിലും ഒരേ സമയത്ത് പിടിച്ച് കഴിഞ്ഞാൽ ചെറിയ ഷോക്കൊക്കെ അടിക്കാനുള്ള സാധ്യത കാണും. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് LED ബൾബുകൾ, അതുപോലെ തന്നെ LED TVയുടെ ബാക്ക് ലൈറ്റ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ SMD LED ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റോങ് ആയിട്ടാണ് ഇതിൻ്റെ പൊളാരിറ്റി ഇൻഡിവിജ്വലായിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, SMD ഇൻഡിവിജ്വലായിട്ട് LED ടെസ്റ്റ് ചെയ്യുമ്പോൾ റോങ് ആയിട്ട് പൊളാരിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ LED തീർച്ചയായിട്ടും പോകുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.